കേന്ദ്ര സർക്കാരിന്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളിൽ ഒന്നാണ് ആയുഷ്മാൻ ഭാരത്. മോദി കെയർ എന്ന പേരിലാണ് ഈ പദ്ധതി പൊതുവെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. ഈ പദ്ധതി ഒരു ദേശീയ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് സ്കീം കൂടിയാണ്. രാജ്യത്തെ താഴ്ന്ന വരുമാനക്കാർക്ക് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുകയാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നിലവിൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് പദ്ധതിയുടെ നേട്ടങ്ങൾ ലഭിക്കുന്നത്. മികച്ച പ്രതികരണമാണ് പദ്ധതിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രം. വ്യക്തികളുടെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം പരിഗണിക്കാതെ ആയുഷ്മാൻ വയ വന്ദന കാർഡിനുള്ള യോഗ്യതാ പ്രായം 70 വയസ്സിൽ നിന്നും 60 കുറയ്ക്കാനാണ് പാർലമെന്ററി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. രാജ്യത്തെ ഉയർന്നു വരുന്ന ആരോഗ്യ സംരക്ഷണ ചെലവുകൾ കണക്കിലെടുത്ത് പദ്ധതിയുടെ കവറേജ് വർദ്ധിപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരോഗ്യ കുടുംബക്ഷേമത്തിനായുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബുധനാഴ്ച രാജ്യസഭയിൽ സമർപ്പിച്ച 163ാമത് റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിലെ ആരോഗ്യ പരിരക്ഷ 5 ലക്ഷം രൂപയിൽ നിന്നും ഒരു കുടുംബത്തിന് പ്രതിവർഷം 10 ലക്ഷം രൂപയായി ഉയർത്താനും നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തു. 2024 ഒക്ടോബർ 29 പ്രകാരം 70 വയസ്സും അതിൽ കൂടുതൽ പ്രായമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവരുടെ സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ ആനുകൂല്യം വാഗ്ദാനം ചെയ്യുന്നതായി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ ആനുകൂല്യം സർക്കാർ നീട്ടിയിരുന്നു. അതേസമയം നിരവധി നൂതന പരിശോധനകളും ചികിത്സകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ആരോപണം ഉയർന്നു വരുന്നുണ്ട്. കമ്മിറ്റിയും ഇക്കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തു. ഉയർന്ന ചെലവുള്ള ഗുരുതരമായ രോഗങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട പുതിയ പാക്കേജുകളും നടപടിക്രമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. CT, MRI, ന്യൂക്ലിയർ ഇമേജിംഗ് പോലുള്ള റേഡിയോളജിക്കൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നിലവിൽ പദ്ധതിക്ക് കീഴിൽ ഉൾപ്പെടുന്നില്ല എന്നത് മറ്റൊരു കാര്യം. കമ്മിറ്റിയുടെ പുതിയ റിപ്പോർട്ട് ഈ വശങ്ങളും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് പരിരക്ഷ 10 ലക്ഷമായി ഉയർത്താൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. നിലവിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പാക്കേജുകളുടെയും നടപടിക്രമങ്ങളുടെയും അവലോകനം നടത്താനും കമ്മിറ്റി ശുപാർശ നൽകിയിട്ടുമുണ്ട്. കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ ഈ ഇൻഷുറൻസ് പദ്ധതി ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പൊതു ഇൻഷുറൻസ് പദ്ധതികളിൽ ഒന്നാകും. ആയുഷ്മാൻ വയ വന്ദന കാർഡ് കൈവശമുള്ള 70 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള മുതിർന്ന പൗരന്മാരുടെ ചികിത്സയ്ക്കായി 1443 കോടി രൂപയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ വകവച്ചിരിക്കുന്നത്. കമ്മിറ്റി നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ കൂടുതൽ തുക പദ്ധതിക്കായി വകയിരുത്തേണ്ടി വരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്.